ബഷീറിനെ പറ്റി ഒരു 50 കൊല്ലമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വളരെ വ്യക്തിപരമായൊരു അനുഭവത്തിൽ തുടങ്ങാം. കാരണം ബഷീറിൻ്റെ എല്ലാം വ്യക്തിപരമാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ 2020 താമസാക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ചിത്രത്തിൻ്റെ കൂടെ ബഷീറിൻ്റെ ഒരു ചിത്രം വെക്കണം എന്ന് വിചാരിച്ചു ചുമരിൽ. അപ്പോൾ എനിക്ക് തൽക്കാലം നല്ല ചിത്രമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എന്താ വെച്ചാൽ ഇന്നൊരു ചിത്രം വെക്കുന്നത് ഞാൻ മുറ്റത്ത് നല്ലൊരു മാംഗോസ്റ്റിൻ മരം വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമ്മളിവിടെ താമസാക്കിയതിൻ്റെ ഓർമ്മയ്ക്ക് നിൻ്റെ കൈ കൊണ്ട് ഒരു മാംഗോസ്റ്റിൻ മരം വെക്കി. അങ്ങനെ അത് വെച്ചു. അപ്പോൾ വരുന്ന ആളൊക്കെ ചിലർ ചോദിക്കും ഇതെന്താ മരം? അപ്പം ഞാൻ പറയും മാംഗോസ്റ്റിനാണ്. ബഷീറിൻ്റെ മേൽവിലാസാണത്, ആ ബഷീറിൻ്റെ. ചിലർ പറയും ഇത് മാംഗോസ്റ്റിനാണല്ലോ. അപ്പം ഞാനൊരു ഫോട്ടോ വെച്ചതിനേക്കാൾ വാസ്തവമായി വലിയ സന്തോഷമായി. മനോരമ ചാനലുകാർ ഒരിക്കലും അവിടെ വേറെന്തോ ബൈറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇതെന്ത് മരമാണ് എന്ന് ചോദിച്ചോ വന്ന ആൾ. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം അതൊരു ഫീച്ചറാക്കിയിട്ട്, പിന്നെ ഷാഹിന ഒരിക്കൽ അവിടെ വീട്ടിൽ വന്നപ്പോൾ അവൾ വരുന്നുണ്ടപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞ് ഇത്തവണ ഉണ്ടായ മുഴുവൻ മാംഗോസ്റ്റിൻ്റെ പഴങ്ങളും നമുക്ക് അവൾക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിൽ വെച്ച് കൊടുത്തു. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രകൃതിയുമായിട്ടും മറ്റ് ജീവജാലങ്ങളുമായിട്ടും വാസ്തവമായും ലയിക്കുന്നത് എന്നതിൻ്റെ ഒരു അനുഭവം എന്നുള്ളത് ബഷീറിലുണ്ട്. അതിപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാണത്. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ആദി കാവ്യം വാൽമീകി രാമായണമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ആദി കവിയെപ്പറ്റി നമ്മൾ പറയുന്നത് വാൽമീകി എന്നാണ്. അപ്പോൾ ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു കുരരിപ്പക്ഷിയെ അമ്പയക്കുമ്പോൾ കൈ ഉയർത്തിയിട്ട് കാട്ടാള അരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അരുത്. ബഷീറിനെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗാന്ധിയെപ്പറ്റി ആലോചിക്കേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന മാതിരി ഗാന്ധിയുടെ സ്വാധീനം ഏറ്റവും അധികമുള്ള നമ്മുടെ സാഹിത്യകാരൻ, ഞാൻ വള്ളത്തോളിനും കൂടി ഓർത്തുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഗുരുനാഥൻ എഴുതിയ വള്ളത്തോളിനും കൂടി ഓർത്തുകൊണ്ട് ഞാൻ പറയുന്നത്, അത് ബഷീറാണ്. അത് അങ്ങനെ പ്രത്യക്ഷമല്ല, അത് പരോക്ഷമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഗാന്ധിയെപ്പറ്റി ബഷീർ ഒരു കഥ എഴുതിയിട്ടില്ല. ആകെ എഴുതിയത് അവസാന കാലത്ത് ഒരു ലേഖനമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും ഉള്ളത് വെള്ളത്തെപ്പറ്റി പറയാണ്, അല്ലെങ്കിൽ ഒരു മരത്തെപ്പറ്റി പറയാണ്. എപ്പോഴും അങ്ങനെയാണത്. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു രംഗം, ഷാഹിനോടുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ വളരെ എളുപ്പമുണ്ട്. ഞാനൊരു ദിവസം വയലാലിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയങ്കരമായി ഷാഹിനെ ചീത്ത പറയാണ് ബഷീർ. അപ്പം വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ ഭാര്യ മക്കളൊക്കെ നമ്മൾ ചീത്ത പറയും, ഒരാൾ വരുമ്പോൾ നിർത്തുമല്ലോ. ബഷീറിൻ്റെ പരിപാടിയൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു ഇതെന്താ ബഹളം? മിണ്ടുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഷാഹിനോട് ചോദിച്ചു എന്താ മോളെ പ്രശ്നം? ഒന്നുമില്ല, ഞാൻ ഈ പനിനീരിൻ്റെ മുകളിലൊക്കെ പുഴു ഉണ്ടായിരുന്നു, ഞാൻ അത് തട്ടിക്കളിയായിരുന്നു. അപ്പം ടാറ്റ വന്ന് എന്നെ ചീത്ത പറയാണ്, എന്താ അത് നിനക്ക് കാണാനെന്ന പോലെ പുഴുവിന് തിന്നാനുള്ളതാണ്, ആരാണ് അതിനെ തട്ടിക്കളയാൻ നിനക്ക് അധികാരം തന്നു പറഞ്ഞ് എന്നെ ചീത്ത പറയുന്നത്. അപ്പോൾ പിന്നെ ഇത്ര ഞങ്ങൾ വർത്താനം പറയുമ്പോൾ ഒന്ന് തണുത്ത് അവിടെ വന്നിരുന്നു. അപ്പോഴും ഒരു കിതപ്പുണ്ട്, ആരോടോ വലിയ അന്യായം കാണിച്ച മാതിരി. അപ്പോൾ ഇതാണ് ഈ മനുഷ്യൻ്റെ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഞാൻ ഏതാണ്ട് ഒരു 24 കൊല്ലം അവിടുത്തെ ഒരു നിത്യനായിരുന്നു. ചെല്ലുമ്പോൾ പതിവില്ലാതെ ജൂപ്പയൊക്കെ എടുത്തിട്ട് മുണ്ടൊക്കെ മാടിക്കെട്ടി അപ്പം എന്നോട് പറഞ്ഞു, കാക്ക ഇവിടെ ഇരിക്കി, ഞാനിപ്പോൾ പോയിട്ട് വരാം. ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു? മീൻ വാങ്ങാൻ പോവാ, ഞാനും വരാമെന്ന് പറഞ്ഞു. എന്നാൽ വന്നോ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു ചന്തയിലേക്ക് മീൻ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു 10 അടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചെരുപ്പ് ഇടാൻ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞു. ഇല്ല ബാ. അപ്പോൾ ചെരുപ്പില്ലാതെ നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ വേറെ പല സന്ദർഭങ്ങളായി എനിക്ക് മനസ്സിലായി,
ഈ മനുഷ്യന് ചെരുപ്പില്ല. ചെരുപ്പ് അവിടെ കാണണ്ടേ? അങ്ങനെ ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു, ബഷീർ എന്താ ചെരുപ്പിടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത്തരം വളരെ വ്യക്തിപരമായ ചോദ്യത്തിന് സാധാരണ മറുപടി പറയില്ല. അല്ലെ ഒന്നോ രണ്ടോ ചോദ്യത്തിന് പറയില്ല, അല്ലെ പിന്നെ എപ്പോഴാണ് മറുപടി പറയാം. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവൻ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തറിഞ്ഞാൽ കൊള്ളാം? നിങ്ങളെന്താ ചെരുപ്പിടാത്തത്? ബഷീർ മിണ്ടാതെയായി. പിന്നെ വളരെ അഗാധമായ ശബ്ദത്തിൽ എന്നോട് പറയാണ്, ഞാൻ പണ്ടതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ചെരുപ്പിട്ട് ഈ ഭൂമിയിൽ ചവിട്ടാൻ വിഷമം തോന്നുന്നു. പക്ഷെ ചെരുപ്പില്ലാതെ ഞാൻ കണ്ടത്. അപ്പോൾ അല്ലയോ ഭൂമാതാവേ, ഞങ്ങളുടെ പാദസ്പർശം ക്ഷമിക്കണമേ ഉപനിഷത്തിലുണ്ട്. ഈ ഉപനിഷത്തൊന്നും ബഷീർ വായിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ആദർശ പുരുഷൻ എന്ന് പറയുന്നത് ഗാന്ധിയാണ്. അദ്ദേഹത്തിന് ചെരുപ്പുണ്ട്. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ജയിലിൽ കിടക്കുമ്പോൾ പഠിക്കുന്ന ഒരു പണി ചെരുപ്പുണ്ടാക്കാനാണ്. ആ ചരിത്രം വളരെ ഗംഭീരമാണ്. എന്നുവെച്ചാൽ ചെരുപ്പ് തുന്നാൻ പഠിച്ചപ്പോൾ ഗാന്ധി ചെയ്തത് അവിടുത്തെ സ്മഡ്സ് എന്ന് പറയുന്ന അന്നത്തെ ജയിലിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന് വേണ്ടി ചെരുപ്പുണ്ടാക്കുക. അപ്പോൾ ജയിലിൽ നിന്ന് പക്ഷേ ഗാന്ധിയെ പുറത്തേക്ക് വിടുമ്പോൾ ഗാന്ധി ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് സ്മഡ്സിന് ഇത് കൊടുക്കും. സ്മഡ്സ് ചോദിച്ചു, എന്താ ഇത്? ഇതെൻ്റെ ഒരു സമ്മാനമാണ്. എന്താ സമ്മാനം? ഇത് ഞാൻ എൻ്റെ കൈകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി തുന്നിയ ചെരുപ്പാണ്. ഇത് ഈ ശത്രുവിന് വേണ്ടിയായി ചെരുപ്പ് തുന്നുന്നത്. പിന്നീട് അതിൻ്റെ കഥ, സ്മഡ്സ് ആ ചെരുപ്പിട്ട് നടക്കും. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തോന്നി, ഇത്രയും വലിയ മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചെരുപ്പൊന്നും ഇടാൻ എനിക്ക് അർഹതയില്ല. അതേ ആ ചെരുപ്പ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് അവരുടെ ആർക്കൈവ്സ് ഉണ്ട്, അതിലേക്ക് സംഭാവന ചെയ്തു. പിന്നെ അദ്ദേഹം അവിടുന്ന് മടക്കി വാങ്ങിയിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ആർക്കൈവ്സിലേക്ക് കൊടുത്തു. അത് ഇപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഗാന്ധി ഒരിക്കലാണ് ചെരുപ്പ് ഉപേക്ഷിച്ചത്. അദ്ദേഹം നവഖാലിയിലേക്ക് വരുമ്പോൾ ചെരുപ്പ് ഒരു കൈ പിടിച്ചു. അപ്പോൾ ആര് ചോദിച്ചു, എന്താണ്? മനുഷ്യൻ ഇത്രയധികം വേദന, ഇത്രയധികം ഹിംസ, ഇത്രയധികം അക്രമം നേരിട്ട ഈ ഭൂമിയിൽ നമ്മൾ ചെരുപ്പിട്ട് നടന്നുകൂടാ. അപ്പോൾ ഒരു കിളിയുടെ കഥ ബഷീർ പറയുമ്പോൾ എന്താ പറഞ്ഞത്? കുഞ്ഞുപാത്തുമ്മ കാണുമ്പോൾ രണ്ട് കുരുവികൾ കൊത്തുകൂടുകയാണ്. കുരുവികൾ കൊത്തുകൂടി എന്നല്ല അതിലുള്ളത്. എൻ്റെ ഉപ്പയിലുള്ളത് എന്താണ്? കെട്ടിയോൻ കുരുവി കെട്ടിയോള് കുരുവീനെ കൊത്തിക്കൊല്ലാൻ പോയി എന്ന്. കെട്ടിയോൻ കുരുവി ഒരു മലയാളം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കെട്ടിയോള് കുരുവി നമ്മൾ കേട്ടിട്ടില്ല. എന്താ കാരണം? തലേന്ന് വൈകുന്നേരം ബാപ്പ ഉമ്മയുടെ ഹൽക്കിന് പിടിച്ചു എന്നാണ്. എല്ലാ കെട്ടിയോൻ കുരുവിമാരും എന്താ പണി? കെട്ടിയോള് കുരുവിയെ കൊത്തിക്കൊല്ലുകയാണ്. അത് ബാപ്പയാണെങ്കിലും ഈ കുളിക്കട അവള് തടാകത്തിൽ താമരപ്പൊയ്കയിൽ കുളിക്കാൻ പോകുമ്പോഴുള്ള സ്ഥലത്താണെങ്കിലും. അപ്പോൾ ഇത് വേറെ ഒരു സാധനമാണ്, നീ മനുഷ്യന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പാത്തുമ്മയുടെ ആട് കാണാം, ഓൻകോഴിയും അവൻ്റെ 17 ഭാര്യമാരെന്ന്. ആ മലയാളം നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? 17 ഭാര്യമാരും എന്നുള്ളൊരു മലയാളം നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊരിക്കലും അവരൊരു കുടുംബം എന്ന് ആലോചിച്ചിട്ടില്ല. ഈ ഇപ്പോൾ ബഷീറിൻ്റെ മലയാളം എന്താണ്? അത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല, അത് മൃഗങ്ങളോടും പക്ഷികളോടും ഇലകളോടും പൂക്കളോടും മരങ്ങളോടൊക്കെ വർത്തമാനം പറയാൻ പറ്റും. അങ്ങനെ ബഷീർ വർത്തമാനം പറഞ്ഞിരുന്നു. അതിപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ അതുണ്ട്. ഇപ്പോൾ കുഞ്ഞുപാത്തുമ്മ എന്താ പറയുന്നത്? കെട്ടിയോൻ കുരുവിയെ കൊത്തിക്കൊല്ലാൻ പോകുമ്പോൾ വേണ്ടാന്ന് പറയും. അപ്പോൾ അത് കേൾക്കാഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഒരു അണ്ണാന് ദുസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അണ്ണാനോട് കുഞ്ഞുപാത്തുമ്മ പറയുന്നുണ്ട്, എന്താ പറഞ്ഞാൽ കേൾക്കുകയിലാണ്. അപ്പോൾ അണ്ണാന് തിരിയും മലയാളം. നമുക്ക് 5 വയസ്സ് വരെ തിരിയുള്ളത്. 5 വയസ്സ് വരെ കോഴിയോട് പൂച്ചയോടൊക്കെ നമ്മൾ ഓർത്താൻ പറയും. പിന്നെ നമ്മളൊക്കെ വലിയ ആൾക്കാരായില്ലേ, പിന്നെ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. ലക്ഷദ്വീപിൽ ചെന്നാൽ അവർക്ക് പരിചയക്കേടൊന്നുമില്ല. അവർ നിങ്ങളെ കണ്ടാൽ ചിരിക്കും. എപ്പോഴാണ് വന്നെന്ന് ചോദിക്കും, ചായ പിടിച്ചിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ പരിഭ്രമിക്കും, എന്താണ് ഇവർ നമ്മൾ എപ്പോഴാണ് കണ്ടിരുന്നത്? അവർക്ക് നമ്മൾ പരിചയമുള്ള ആളോടല്ലേ ചിരിക്കുള്ളൂ. 5 വയസ്സ് വരെ ചിരിക്കും. ബഷീറാണ് ഏത് വയസ്സ് വരെ ചിരിക്കും. അദ്ദേഹത്തിന് ഈ മലയാളം എന്നുള്ള നമ്മുടെ ഭാഷ ഇങ്ങനെ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് പറവകൾക്കും മൃഗങ്ങൾക്കും കേട്ടോ. മൃഗങ്ങളുടെ ഒരു സാഹിത്യമാണത്. പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, മാന്ത്രിക പൂച്ച. പിന്നെ ഈ ഹെഡിങ്ങിൽ കാണാത്ത എത്രയോ എണ്ണം നിങ്ങൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതിലൊന്നിപ്പോൾ
അതാണ് അത് എഴുതുമ്പോഴുള്ള വിശേഷം. പാത്തുമ്മയുടെ ആടിൽ ആരാണ് ആട്? പാത്തുമ്മയുടെ ആടിൽ സ്ത്രീ എന്ന് പറയുന്നതാണ് ആട്. നിങ്ങളുടെ പുരുഷാധിപത്യത്തിൻ്റെ ബലിയാടായിട്ട് നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്ന ഈ സാധു ജീവിയാണ് സ്ത്രീ. അതാണ് അദ്ദേഹം അങ്ങനെയൊന്നും കാണിക്കില്ല. അത് ഒരു സാധാരണ കഥ മാതിരി, ഒരു വീട്ടിലെ വിശേഷം പറഞ്ഞ മാതിരി. പക്ഷേ കുറച്ചേ നിങ്ങൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. എന്താ കാരണം? അത് ഉള്ളിലിരുന്ന് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്താണ് ചെയ്തത്? അവിടെ ആണുങ്ങൾക്ക് മാത്രം ചോറും പെണ്ണുങ്ങൾക്ക് കപ്പയും കഞ്ഞിവെള്ളവും. അപ്പോൾ ബഷീർ ആലോചിക്കുന്നത്, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയിട്ട് ഒരു നേരം വയറ് നിറച്ച് ആഹാരം കൊടുക്കണം ഇവർക്കൊക്കെ. ചെറിയ സംഗതിയല്ല. അപ്പോൾ ഇപ്പോൾ റഹ്മാൻ സംസാരിക്കാനുണ്ട്, അനീസ് സംസാരിക്കാനുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞാൽ എത്രയെങ്കിലും ഇങ്ങനെ നീണ്ടു, പിന്നെ നിങ്ങൾ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ എന്ന് വിചാരിച്ച് ഉത്തരിക്കുകയാണ് ഞാൻ. അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള സമയം പോയി പോണ്ട. ഞാൻ റഹ്മാന് അല്ലേ മൈക്ക് കൈമാറാം എന്നല്ലേ പറയാം. അങ്ങനെ ബഷീർ എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ 90% അതേ സ്വഭാവക്കാരായിരിക്കും. പാരശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ വായിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് വായിക്കുക. 10ാം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ചില അറിവുകളാണ് ബഷീർ തന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖല കാസർഗോട്ടെ എൻഡോസൾഫാൻ ഇഷ്യൂവിലുള്ള ആ എൻഡോസൾഫാൻ എന്ന് പറയുന്ന കീടനാശിനിയുടെ പ്രശ്നമാണ്. ഈ കീടനാശിനിയുടെ പിന്നെ അതായത് മാരകമായ അംശത്തെക്കുറിച്ച് ബഷീർ 1970 ആ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്ന് ഞാനൊരു പക്ഷേ ഈ കാസർഗോഡ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കീടനാശിനിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ആ ആത്മകഥ വായിച്ചതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ പുതിയ പുതിയ കുറേ ചോദ്യങ്ങൾ വന്നത്. ആ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ ആത്മീയമായ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. വളരെ ഭൗതികമായ സത്യങ്ങൾ മാത്രമല്ല. ആ ബഷീർ എന്നല്ല, സാധാരണ ഏത് കുട്ടിയും ജീവിതത്തിൽ ഏത് കുട്ടിയും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടാവും. അതിൽ ബഷീർ വ്യത്യസ്തനാണ് എന്ന് നമ്മൾ കാണുന്നത് കൊണ്ട് നമുക്കാർക്കോ അങ്ങനെ അല്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ആ ഒരു പ്രശ്നം പോലും എനിക്ക് മനസ്സിലായത് ആത്മകഥയിൽ നിന്നാണ്. ആത്മകഥയിൽ ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട്. ബഷീർ കാശിയിൽ ഒരു ശവം കത്തിത്തീരുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് തൻ്റെ കുട്ടിക്കാലത്തെ ഒരു പരമൂശാരി എന്ന് പറയുന്ന തൻ്റെ ഉമ്മയുടെ ബാപ്പയുടെ സുഹൃത്താണ്. അപ്പോൾ പരമൂശാരി തമാശക്കാരനാണ്. അദ്ദേഹം ഉടുമുണ്ടൊക്കെ അഴിച്ച് തലയിൽ കെട്ടിയിട്ട് ഒരു കോമാളിയെ പോലെ ഉമ്മയുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഉമ്മയുടെ പിതാവ് അവിടെ ഉണ്ടാവും. പിതാവെന്ന് പറയുന്ന ആൾ ഉപ്പപ്പയാണ്. ഉപ്പപ്പയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണം, മുഖം ചുവന്നു പോകുന്ന ആൾ, ദേഷ്യം വരുമ്പോൾ മുഖം ചുവക്കുന്നു പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപ്പപ്പയും പരമൂശാരും തമ്മിൽ നല്ല സൗഹൃദമാണ്. വന്ന ഉടനെ പരമൂശാര് തൊടിയിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ കയ്യിലുള്ള പേനാക്കത്തി കൊണ്ട് ഒരു വാഴയില വെട്ടിയിട്ട് വാഴക്കൈ വെട്ടിയെടുത്ത് അത് ചതുരംഗം കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എന്താ അതിന് പറയുക, അത്തരം സാധനമാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് നിരത്തും. ചതുരംഗ പലക ഉണ്ട് അവിടെ. അതേ കരുക്കളായിട്ട് ഇതാണ് ഉപയോഗിക്കുക. ആ രണ്ടുപേരും ഇരുന്ന് കളിക്കും, ചെസ്സ് കളിക്കും. ചെസ്സ് അങ്ങ് മുറുകുമ്പോൾ ഉമ്മാമ അകത്ത് നിന്ന് മുറുക്കാനുണ്ടാക്കി ഇടിച്ചിട്ട് 2 പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെക്കും. രണ്ടുപേരും അതും ചവക്കും. കുറച്ച് കഴിഞ്ഞാൽ 2 പേർക്കുമായിട്ടൊരു നല്ല അസൽ ചായ കൊണ്ടുവന്ന് അവിടെ വെക്കും. അപ്പം ഇതവിടെ പതിവാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉപ്പാപ്പ മരിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പരമൂശാര് വീണ്ടും ഈ വീട്ടിലേക്ക് വന്ന ഉടനെ അദ്ദേഹം വിളിക്കുന്നത് ഉപ്പാപ്പയുടെ പേര് പറഞ്ഞിട്ട്, വാ ഒരു കൈ നോക്കാം, എന്താ നീ ഒന്ന് ഇറങ്ങാത്തത്, ഇതെല്ലാം കൊത്തി
കരുക്കളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ ആരും വരുന്നില്ല. അപ്പോൾ എന്താ മൈദീനെ, നമുക്കൊരു കൈ നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴേ നമ്മൾ അറിയേണ്ട കാര്യം, മരിച്ച ഒരാൾ ജീവിക്കുന്നു അല്ലെങ്കിൽ മരിച്ച ഒരാളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന വളരെ ആത്മീയമായൊരു പ്രശ്നം വളരെ ചെറിയ 10ാം ക്ലാസ് പോലുള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞു പോയത് ആ ഒരു യഥാർത്ഥ കഥയിലൂടെയാണ്. ഇത് ഞാൻ പിൽക്കാലത്ത് ബഷീറിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇതിനകത്ത് ശരിതെറ്റുകളല്ല ഞാൻ പറയുന്നത്. വളരെ അനശ്വരമായ എന്തോ ഒരു സംഭവം ഈ ലോക ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തെയാണ് ബഷീർ ആത്മകഥയിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കഥയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെയാണ്, എന്നെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് ബഷീർ ദ മാൻ എന്ന് പറയുന്നൊരു സിനിമ എടുക്കുമ്പോഴുള്ള എൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്, എന്താണ് മനുഷ്യൻ? അദ്ദേഹത്തിന് ചെരുപ്പിട്ട് നടക്കാമോ, ചെരുപ്പിടാതെ നടക്കാമോ, ചോദ്യങ്ങൾ ചോദിക്കാമോ, അല്ല ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാമോ എന്നൊക്കെയുള്ള ഒരു 100,000 പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഒരു ചോദ്യത്തിനും ഉത്തരമില്ല അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ട് എന്നൊക്കെ നമ്മൾ സംശയിക്കുന്നിടത്ത് ബഷീർ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. സാധാരണ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെ വളരും? എല്ലാ ചോദ്യങ്ങളും ഉത്തരമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വളരെ ചെറിയ ഉദാഹരണം പറയാം. പനി വരുന്നു. പനി വരുമ്പോൾ വീട്ടിൽ നിന്ന് പറയുന്നു ഗുളിക വാങ്ങിക്കഴിക്കണം. പണമില്ല. അപ്പോൾ ഒരു ആശുപത്രിയിൽ ഗുളികയുണ്ട്. ഗുളിക അവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ പനി മാറുമോ? അത് പ്രായോഗികമായി നിങ്ങൾ ആ ഗുളിക വാങ്ങിച്ച് കഴിക്കണം. ആ ഒരു പ്രശ്നമാണ് ബഷീർ പറയുന്നത്. അത് ചെരുപ്പിൻ്റെ കാര്യമായാലും ഏത് കാര്യമായാലും ബഷീറിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. പിന്നെ ഉള്ളത്, അന്ധവിശ്വാസത്തിൽ നിങ്ങൾ അഭിരമിക്കരുത്. അത് ഒരു വലിയ പ്രശ്നമാണ്. നവോത്ഥാന കാലത്തിൻ്റെ ഒരു എഴുത്തുകാരനാണ് ബഷീർ. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നുള്ള ഒരു പാഠം അദ്ദേഹം നമുക്ക് തരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് നന്നായി വായിച്ച് രസിക്കാം. പക്ഷേ എല്ലാ രസങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിൻ്റെ കഥയുടെ ഒരു ആത്മസത്ത എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന പോലെ ചോദ്യവും ഉത്തരവും. അപ്പോൾ മനുഷ്യന് നന്മയുടെ ഒരു പ്രശ്നമുണ്ട്. നന്മ ചെയ്യുന്ന ആളിന് തിരിച്ചെന്താണ് കിട്ടുന്നത്? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് നന്മ ചെയ്യുന്ന എനിക്ക് ആ നന്മ തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ അഭയം പ്രാപിക്കുന്ന ഒരാൾ ബഷീറാണ്. അപ്പോൾ ഒരു തെറാപ്പി നൽകുന്ന പോലെയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഭക്ഷണം കഴിക്കാത്ത ഒരാളിന് തൻ്റെ വിശപ്പടങ്ങാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ബഷീർ എഴുതിയ ഒരു കഥ അദ്ദേഹത്തിൻ്റെ വിശപ്പിനെ അടക്കാൻ സഹായിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സത്യമാണ്. ലോകത്തെ എല്ലാ എഴുത്തുകാരും, നല്ല എഴുത്തുകാരും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇതൊരു മെസ്സേജ് നൽകിയാൽ മാത്രമേ സാഹിത്യമാകൂ എന്നൊന്നും ഇല്ല. അങ്ങനെയുള്ള പുരോഗമന സാഹിത്യത്തിൻ്റെ ആളൊന്നും ആയിരുന്നില്ല ബഷീർ. അതിൽ നിന്ന് ഒഴിവായി നടക്കുകയും എന്നാൽ എല്ലാ ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് നൽകുകയും ചെയ്ത ഒരു വലിയ മനുഷ്യൻ. പിന്നെ വളരെ രസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൈവിലങ്ങ് എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയിൽ അദ്ദേഹം കൊല്ലം കസബ പോലീസ് സ്റ്റേഷനിൽ കുറേ കാലം കിടക്കുകയാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് കിടന്നത്? സർ സി പിക്കെതിരെയുള്ള ഒരു ബുക്ക്ലെറ്റ്, അതായത് പാംപ്ലെറ്റ് ഉണ്ടാക്കിയതിനാണ്. ഈ പാംപ്ലെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം യാത്ര ചെയ്യുന്ന കാലത്ത് പേഷവാറിൽ ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്നു, ഇംഗ്ലീഷ് പത്രത്തിൽ. നമുക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം സ്കൂൾ ഫൈനൽ പാസ്സായിട്ട് ചെല്ലുമ്പോൾ നല്ല ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷുള്ള ആളായിട്ടാണ് അദ്ദേഹം പോകുന്നത്. പിന്നീടുള്ള ഉത്തരേന്ത്യൻ യാത്രയിലൂടെ ആ ഭാഷ വളർന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പെഷവാറിലുള്ള ജോലി കിട്ടുന്നത്. ആ ജോലിയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരറിവാണ് പിൽക്കാലത്ത് നമ്മൾ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മരാജ്യം എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ബഷീർ ഇതൊക്കെ മനസ്സിലാക്കിയത്? ഈ ഫാസിസം എന്ന് പറയുന്ന സംഭവത്തിനെതിരെ ഇന്ന് പോലും നമ്മൾ
ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ എഴുത്തുകൾ എത്ര പ്രകടമാണ് എന്നുള്ളത് തിരിയണമെങ്കിൽ നമ്മൾ ധർമ്മരാജ്യം വായിക്കണം. കേരളത്തിലെ സർ സി പിക്കെതിരെ എഴുതപ്പെട്ട ആ പുസ്തകമാണ് കേരളത്തിലെ ആദ്യത്തെ പാംപ്ലെറ്റ്. അതായത് ഇന്ന് നമ്മൾ അറിയുന്ന ബഷീറിൻ്റെ ആദ്യത്തെ രചന എന്ന് പറയുന്നത് ഒരു പാംപ്ലെറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഇതെന്താ സാഹിത്യം ആണോ, അല്ല ഇതെന്തോ സ്വദേശ പ്രകടന പത്രികയോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അത് എഴുതി കഴിഞ്ഞ ബഷീറാണ് എൻ്റെ തങ്കം എന്നുള്ള കഥ എഴുതിയത്. അതിന് ശേഷമാണ്. ഈ ഒരു വൈരുദ്ധ്യം നിങ്ങൾ നോക്കുക. ഒരു എഴുത്തുകാരൻ നിലയിൽ ഞാൻ എന്തും എഴുതും എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം ബഷീറിനുണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തെ കണ്ടതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ അന്ന് കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹം കയറിക്കൂടി. ഞാൻ അദ്ദേഹത്തിന് എഴുതാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കൽ പോവുക പോലും ചെയ്തിരുന്നു പ്രീ-ഡിഗ്രി കാലത്ത്. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ MA പഠനം കഴിഞ്ഞ് MPhil പഠനത്തിനായിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബഷീർ വീണ്ടും വരുന്നത്. അത് എപ്പോഴും നമ്മൾ ബഷീറിനെ ഓർക്കുന്ന ഒരു പരാജയമോ വിജയമോ ഉണ്ടാവുമ്പോഴാണ്. ആ പരാജയത്തിൻ്റെ വല്ലാത്തൊരു നിമിഷത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അന്ന് ജോൺ അബ്രഹാമാണ് എൻ്റെ ഹോസ്റ്റലിൽ വന്നിട്ട് അയാളുടെ എന്തോ ആവശ്യത്തിന് ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ആ പോയ സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് എന്തുകൊണ്ട് ബഷീറിനെ വിഷ്വലൈസ് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിനകത്ത് ജയപരാജയങ്ങളുടെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. അത് എന്നെ ആരോ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ തോൽക്കണം, തോറ്റേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ബഷീറിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്തുകൂടാ. അന്ന് എൻ്റെ പ്രായം എന്ന് പറയുന്നത് 24 വയസ്സാണ്. അതൊരു എടുത്തുചാട്ടമാവാം. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ബോധമണ്ഡലത്തിൽ ഞാൻ അങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ബഷീറിൻ്റെ ജീവിതം തന്ന ചില മൂല്യങ്ങൾ അത് മറ്റൊരാൾക്ക് കൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് ഇതൊരു ഡോക്യുമെൻ്ററി ആക്കേണ്ടതെന്നുള്ള ധൈര്യത്തിലാണ് ഞാനത് തുടങ്ങിയത്. അപ്പോൾ ഒരു വെല്ലുവിളി സ്വീകരിച്ചിട്ട് മറ്റൊരു വെല്ലുവിളി ആയി മാറിയതാണ് ആ ഡോക്യുമെൻ്ററിയുടെ ചരിത്രം. അതാണ് ഞാനിപ്പോൾ ഇന്നിവിടെ റിലീസ് ചെയ്തിരിക്കുന്ന പുസ്തകം. അത് നിങ്ങൾ മുഴുവൻ വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ചില ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാത്തത്. ആ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങുമെന്നും അത് വായിക്കുമെന്നും അതിൽ നിങ്ങൾക്ക് വേണ്ട ധാരാളം ചിത്രങ്ങളുണ്ട്. നമ്പൂതിരിയുടെ ചിത്രങ്ങളുണ്ട്, എൻ്റെ അനുഭവങ്ങളുമുണ്ട്, ബഷീറിൻ്റെ അനുഭവങ്ങളുമുണ്ട്. തീർച്ചയായും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം. കൈവിലങ്ങ് എന്ന കഥയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്. അത് എല്ലാ കുട്ടികൾക്കും പലപ്പോഴും ഗുണകരമായ കാര്യമാണ്. എനിക്കാരുമില്ലാത്തതിൽ ഒരു രസമുണ്ട്. ആ വാക്യത്തിൻ്റെ ഒരു അർത്ഥം എനിക്ക് ആരുമില്ലാത്തതിൽ ഒരു രസമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ബ്രിട്ടീഷ് പോലീസിനെതിരെ പോരാടിയ കുറേ ആളുകളെ ജയിലിൽ അടച്ചിരിക്കുന്നു. അവരെ ഇടയ്ക്ക് അവിടുന്ന് കോടതിയിലേക്ക് കൊണ്ടുവരും. ബഷീറിനെയും കൊണ്ടുവരുന്നു. രണ്ടുപേരെ ഒന്നിച്ച് കയ്യിൽ ആമം വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ, വലിയ കതറൊക്കെ ധരിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു ഇന്ന് കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വിടുമെന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ കോടതിയിൽ നിന്ന് അന്ന് വിധി പ്രഖ്യാപിക്കുന്നു, പറയുന്നു ബഷീറിനെയും അതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കോൺഗ്രസ്സുകാരന് 2000 രൂപയാണ് ഫൈൻ അടക്കാൻ കോടതി പറയുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അണിഞ്ഞൊരുങ്ങിയ ഭാര്യ അവിടെ ബോധം കെട്ട് വീണു. ആ സമയത്ത് ബഷീർ പറയുന്നൊരു വാക്യമാണ്, എനിക്കാരുമില്ലാത്തതിൽ ഒരു രസമുണ്ട്. സത്യമാണത്. കാരണം ബഷീറിനപ്പോൾ ആരുമില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താണ്. സർ സി പി ഇതേപോലെ അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കാരുമില്ലാത്തതിൽ ഒരു രസമുണ്ട് എന്നുള്ള ഒരു പ്രയോഗം ഒരു SLC പരീക്ഷയോ ഏത് കോമ്പറ്റീഷൻ പരീക്ഷയോ പാസ്സാകാൻ ശ്രമിക്കുന്ന കുട്ടിക്ക് ഒരു സ്ലോഗനാണത്. എനിക്കാരുമില്ലാത്തതിൽ ഒരു രസമുണ്ട്. ബഷീർ ദ മാനിൽ ഞാൻ ആ വരി അതേപോലെ അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊരു പക്ഷേ നാളെ എൻ്റെ മകന് അതൊരു ഉപകാരപ്രദമാകാമെന്ന് കരുതിയിട്ടാണ്. തീർച്ചയായും ഇത്രയധികം ഈ പറഞ്ഞ പോലെ
ഗുണപരമായൊരു ജീവിതത്തെ കാഴ്ചവെച്ച ഒരു മനുഷ്യൻ, അതിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് തന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഓർമ്മിക്കാനാവാം ഇന്നെനിക്കിവിടെ വരാൻ സാധ്യമായത്. ഏതാണ്ട് 37 വർഷമായി ബഷീർ ദേവൻ എടുത്തിട്ട് ഇന്നെനിക്ക് ബഷീറിനെ ഓർമ്മിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ബഷീറിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ കൊണ്ട് ബഷീറിനെ 50 വർഷത്തോളം വരച്ചിട്ട വ്യക്തിയാണ് കാരശ്ശേരി മാഷ്. അബ്രപാളിയിൽ ടാറ്റയെ, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ ഞങ്ങൾ വിളിക്കുന്ന പേര് ടാറ്റ എന്നാണ്. ടാറ്റ എന്ന് ഞാൻ തുടർന്നോട്ട് പറയട്ടെ. ടാറ്റയെ അതിമനോഹരമായി മലയാളിക്ക് മുമ്പിൽ കാണിച്ചു തന്ന വ്യക്തിയാണ്. ഇപ്പോൾ ബഷീർ ദമാൻ എന്ന ഡോക്യുമെൻ്ററിയിലൂടെയും ഈ പുസ്തകത്തിലൂടെയും കാരശ്ശേരി മാഷ് പറയാതെ പോയ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. 1994 ജൂലൈ 3 കാരശ്ശേരി മാഷും ആകാശവാണിയിലെ ശ്രീധരൻ ഉണ്ണിയും മെഹ്റലിയും കൂടി, ശ്രീധരൻ ഉണ്ണി ഉണ്ടായിരുന്നു തോന്നുന്നു, ഇല്ലല്ലേ, മെഹ്റലിയും കൂടി ടാറ്റയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നൊരു സമയമുണ്ട്. ടാറ്റ തീരെ സുഖമില്ല. 94 ജൂലൈ 3 ആലോചിക്കണം. 5-ാം തീയതി ടാറ്റ യാത്ര പറഞ്ഞിറങ്ങി. എന്നാലും ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ ടാറ്റ 2 ശ്വാസങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി വളരെ വിഷമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ ചോദ്യങ്ങൾക്കും കാരശ്ശേരി മാഷ് വളരെ സോഫ്റ്റായിട്ട് ചോദിക്കുന്ന ടാറ്റ പറയാൻ പറ്റുന്ന രീതിയിൽ മറുപടി പറയാൻ. ജീവിതത്തിൽ 22 വർഷം മാത്രമാണ് ഞാൻ ടാറ്റയോടെ ജീവിച്ചിട്ടുള്ളൂ. ആ ജീവിതത്തിനിടയിൽ ലൗകിക ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ആഡംബരങ്ങളൊന്നും തന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു നല്ലൊരു വസ്ത്രം പോലും എനിക്ക് ലഭിക്കുന്നത് എൻ്റെ അളിയൻ ഷാഹിനയുടെ ഭർത്താവ് വിദേശത്ത് പോയിട്ട് കൊണ്ടുവന്ന വസ്ത്രമാണ്. മറ്റ് ലഭിക്കുന്ന വസ്ത്രം ഒന്ന് ചെറിയ പെരുന്നാളിന് ലഭിക്കുന്ന എൻ്റെ യൂണിഫോം, രണ്ടാമത് വലിയ പെരുന്നാളിന് ലഭിക്കുന്ന അതുപോലത്തെ ഒരു യൂണിഫോം. ആ 2 യൂണിഫോമാണ് ഒരു വർഷത്തേക്ക് എനിക്ക് കിട്ടുന്ന ആഡംബര വസ്ത്രം. പിന്നീട് ലഭിക്കുന്നത് ഷൈനയുടെ ഭർത്താവ് കൊണ്ടുവന്ന വിദേശ വസ്ത്രമാണ്. ടാറ്റയുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ ആഡംബരത്തിനൊന്നും സ്ഥാനമില്ലായിരുന്നു. അർദ്ധനഗ്നായ ഫക്കീറിൻ്റെ അനുയായിയായി വളർന്ന ടാറ്റയ്ക്ക് എനിക്കെന്ത് വേണം, ഷാഹിനയ്ക്ക് എന്ത് വേണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഭക്ഷണം ലഭിച്ചാൽ അത് തന്നെ വലിയ ആഡംബരമെന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബത്തിൽ വളർന്നുകൊണ്ട് വന്ന എനിക്ക് ടാറ്റ എന്തുമാത്രം എന്നെ അറിയാം ടാറ്റ സ്നേഹിച്ചിരുന്നു. പക്ഷേ എത്രമാത്രം ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞ സന്ദർഭം ജൂലൈ 3 തന്നെയാണ്. മെഹ്റലി ആണോ കാരശ്ശേരി മാഷാണോ ചോദിച്ചത് ഞാൻ ഓർക്കുന്നത്. കാരശ്ശേരി മാഷ് എന്നെ ചോദിച്ചത് ഞാൻ വിചാരിക്കുന്നു. മറുപടി കാരശ്ശേരി മാഷ് പറയും, ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ സന്ദർഭവും ഏറ്റവും ദുഃഖകരമായ സംഭവം പറയാമോ എന്ന് ചോദിച്ചപ്പം ടാറ്റ പറഞ്ഞു, ദുഃഖകരമായ സംഭവം ഞാൻ പറയാം. എൻ്റെ മകൾ ഷാഹിനയുടെ ഭർത്താവ് മരിച്ചു. എനിക്ക് ഇപ്പോൾ വയസ്സ് 84. എനിക്കെൻ്റെ മകളെ ഇനിയൊരു ആളെ കൈപിടിച്ച് കൊടുക്കാൻ കഴിയുമോ? അതെൻ്റെ വലിയ നഷ്ടം തന്നെയാണ്. അതിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. നിർത്തിക്കൊണ്ട് കാരശ്ശേരി മാഷ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയാം, കാരണം അതൊക്കെ വാട്സാപ്പിലൂടെയും മറ്റുമൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭമോ? ഞാനിത് കേട്ടിരിക്കുകയാണ്. അതായത് 22 വയസ്സുകാരനായ ഒരു പയ്യൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ടാറ്റയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് താമരപത്രം കൊടുത്ത് ടാറ്റയെ ആദരിച്ചിട്ടുണ്ട്, കേരള ഗവൺമെൻറ്റും എല്ലാ പുരസ്കാരങ്ങളും അന്നത്തെ പ്രമുഖ പുരസ്കാരങ്ങൾക്ക് ടാറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് വല്ലതും കിട്ടിയതായിരിക്കും ടാറ്റ പറയുന്നത്. ടാറ്റ കുറച്ച് നിർത്തി. ഞാൻ ആകാംക്ഷയിൽ നിൽക്കുകയാണ് ടാറ്റ എന്താണ് പറയുന്നത്. ടാറ്റ പറഞ്ഞു തുടങ്ങിയത്, എൻ്റെ മകൻ അനീസ് ബഷീർ
ഏകദേശം 1.5 വയസ്സോ മറ്റോ ഉണ്ട്. ഞാൻ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ പോയി വരുന്ന സന്ദർഭത്തിൽ കുട്ടിക്ക് തീരെ സുഖമില്ല. അന്നാണെങ്കിൽ യാത്രാ സൗകര്യങ്ങളില്ല, ഹോസ്പിറ്റലില്ല, ഡോക്ടറില്ല, എവിടേക്ക് പോകണമെന്ന് അറിയില്ല. വീട്ടിൽ വന്നപ്പോൾ ഉമ്മച്ചി ഈ കുട്ടിയെ വിറങ്ങലിച്ച് നിൽക്കുന്ന കുട്ടിയെയും എൻ്റെ മകൾ ഷാബി വിറങ്ങലിച്ച് നിൽക്കുന്ന കുട്ടിയെയും എടുത്തിരിക്കുകയാണ്. ഞാൻ ആ കുട്ടിയെയും കൊണ്ട് എടുത്ത് ഓടി. കുട്ടിക്ക് നല്ല തണുപ്പ്, മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ഓടുന്ന ചെറിയ വഴിയാണ് വീട്ടിലോട്ടുള്ള വഴി. അപ്പോൾ ഓടുന്ന വഴിയിൽ അടുത്ത വീട്ടിലെ ഒരു പ്ലാവിൻ്റെ വേര് തട്ടി ഞാൻ വീഴാൻ പോയി. കുഞ്ഞ് കരഞ്ഞു. ആ ശബ്ദമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. സത്യം പറഞ്ഞാൽ 22 വയസ്സ് വരെ ജീവിച്ചിട്ട് ടാറ്റ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഈ ഒരു സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന് പോലും ടാറ്റ പറഞ്ഞിട്ടില്ല. അറിയുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ അത് ഞാൻ പാലക്കാട് NSS എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്, എഞ്ചിനീയറിംഗിനാണ് പഠിച്ചത്. 17 വയസ്സ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് എഴുതി കിട്ടി പോയതാണ്. അതുവരെ ടാറ്റയുടെ നിഴലായി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇതുപോലുള്ള വലിയ വേദികളിൽ ഒരു കൊച്ചുകുട്ടിക്ക് സ്ഥാനം ലഭിക്കും, ഒരു കസേര പുറകിലിടും. മുൻവശത്തിരിക്കുന്നത് അഴീക്കോട് NV കൃഷ്ണവാര്യർ, CH കുഞ്ഞപ്പ, അതുപോലുള്ള കോഴിക്കോട്ടെ അന്നത്തെ ഏറ്റവും പ്രമുഖ വ്യക്തികളായിരിക്കും. അവരുടെ പുറകിലൊരു ചെറിയ കസേര എനിക്കും ഉണ്ടാവും. അതുപോലെ ടാറ്റയുടെ വാലായിട്ട് നടന്ന ആൾ 17-ാം വയസ്സിൽ പാലക്കാടേക്ക് മാറ്റപ്പെടുകയാണ്. എൻജിനീയറിംഗ് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമകരമായ കാര്യം കൂടിയായപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആഴ്ചകളിൽ വരുന്ന 2 ആഴ്ച കൂടുമ്പോൾ വരാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ 3-ാമത്തെ ആഴ്ച ഒരിക്കലും ടാറ്റ സമ്മതിക്കില്ല. 2 ആഴ്ച ആകുമ്പോൾ വരണം എന്ന് ടാറ്റ നിർബന്ധം പിടിക്കും. ഈ 2 ആഴ്ച വരുന്നത് വെള്ളിയാഴ്ചകളാണ്. വെള്ളിയാഴ്ചകൾ പാലക്കാട് നിന്ന് വന്ന് ഷൊർണൂരിൽ നിന്ന് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. അത് 9 മണിക്ക് കോഴിക്കോടെത്തും. ഈ ട്രെയിൻ വരുന്ന ശബ്ദം, അന്ന് വാഹനങ്ങൾ വളരെ കുറവാണ്, ഓട്ടോറിക്ഷകളൊക്കെ കുറവാണ്, ബൈക്കൊന്നും തീരെയില്ല. ഞങ്ങളുടെ മീൻചന്ത റെയിൽവേ ലൈനിലൂടെ പോകുന്ന ശബ്ദം ടാറ്റയ്ക്ക് ഇരിക്കാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കാം. അത് പടാപ്പുറത്തിരുന്ന് ടാറ്റ ശ്രദ്ധിച്ചിരിക്കും. എന്നിട്ട് ആദ്യ ആഴ്ച ടാറ്റ പ്രതീക്ഷിക്കും വെള്ളിയാഴ്ച എന്നെ കാണില്ല. 10-10:30 ആവും. ഉമ്മച്ചി പറയും വാ വന്ന് കിടക്കാം, അവൻ ഈ ആഴ്ച വരില്ലെന്ന് പറഞ്ഞല്ലേ. ടാറ്റ എന്നാലും ടാറ്റ ശ്രദ്ധിച്ചിരിക്കും. അപ്പം ഇതേ ഒരു സന്ദർഭം ഞാൻ പിന്നീട് വായിച്ചത് ഉമ്മ എന്ന കഥാപാത്രം. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് മകനെ ഭക്ഷണം വെച്ച് കാത്തിരിക്കുന്ന ഉമ്മ. ഇതൊക്കെ പിന്നീടാണ്, ഇതൊക്കെ വളർന്ന് പിന്നെ ടാറ്റയുടെ കഥകൾ വായിച്ച് കൂടുതലായിട്ട് ടാറ്റനെ അറിഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഓർത്തിണക്കാൻ കഴിഞ്ഞത്. ഇതേ ടാറ്റ ഞായറാഴ്ച ഞാൻ തിരിച്ചു പോകുമ്പം ഞാൻ ചെല്ലും. അപ്പോൾ ടാറ്റ സുഖമുള്ള സന്ദർഭത്തിലാണെങ്കിൽ പടാപ്പുറത്തിരുന്നിട്ട് തന്നെ യാത്ര അയക്കും. ഒരു ദിവസം ടാറ്റയ്ക്ക് തീരെ വയ്യ, ശ്വാസം തീരെ കിട്ടുന്നില്ല, അവൻ കിടക്കുകയാണ്. അപ്പം ഞാൻ ടാറ്റയുടെ മൂർദാവിൽ ചുംബിച്ചുകൊണ്ട് പതുക്കെ പോവാൻ, ടാറ്റ ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ പതുക്കെ പോകാൻ വേണ്ടി ടാറ്റ പറഞ്ഞ് ഇനിയുള്ള 13 ദിവസം ഞാൻ എണ്ണും. 14-ാമത്തെ ദിവസം 12 ദിവസം ഞാൻ എണ്ണും. 12-ാമത്തെ ദിവസം വൈകുന്നേരം നീ വരണം. എല്ലാ വെള്ളിയാഴ്ചകൾ എന്നല്ല, എല്ലാ ദിവസവും ഉമ്മച്ചി പറയും, എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ടാറ്റ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നത്തെ തലമുറക്ക് വളരെ ഇപ്പോൾ കേൾക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതത്തോടെയൊക്കെയും കേൾക്കുന്നുണ്ടാവുക. കാരണം വെച്ചാൽ ഇവർക്ക്, ഇന്നത്തെ കുട്ടികൾക്ക്, അച്ഛനമ്മമാർ എന്തും ഏത് കാര്യവും മൊബൈല്, വണ്ടി, ഇതൊക്കെ ഒരു പ്രശ്നമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു പെൻസിലോ ഒരു പേനയോ കിട്ടണമെങ്കിൽ ഇതുപോലുള്ളൊരു സദസ്സിൽ, ടാറ്റ ഇരിക്കുന്ന സദസ്സിൽ
കാഴ്ചയിൽ ഭാഷയൊക്കെ അറിയാം. മാംഗോസ്റ്റീൻ മരത്തിലോട്ടുള്ള സദസ്സിൽ ഇതുപോലെ തന്നെ വന്നിരുന്ന് ടാറ്റ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വന്ന ആൾ ടാറ്റയോട് സംസാരിക്കുന്ന സമയത്ത് അതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ പറയുകയാണ്, ടാറ്റ എനിക്കൊരു പെൻസിൽ വേണം, പെൻസിൽ തീർന്നു. ആ അത് ശരി ശരി, ഉമ്മച്ചിയോട് പറഞ്ഞാൽ മതി, ഞാൻ ഉമ്മച്ചിക്ക് പൈസ കൊടുത്തേക്കാം, നീ പോയി വാങ്ങിക്കോ. അങ്ങനെ ജീവിച്ച ജീവിതമായിരുന്നു എൻ്റേതുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്രയും വളരെ ഡീപ്പായിട്ട് ടാറ്റ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അറിയാൻ എനിക്ക് മരണത്തിൻ്റെ തലേന്ന് വരെ വേണ്ടി വന്നു. അറിയാം, പക്ഷേ അത് ടാറ്റ അങ്ങനെ പ്രകടിപ്പിക്കാറൊന്നുമില്ല. ടാറ്റയ്ക്ക് അങ്ങനെ അത് ഒക്കെ ഗാന്ധിയൻ മകാരിശ്ശേരി ഭാഷ പറഞ്ഞ പോലെ ഗാന്ധിയൻ രീതിയിൽ ഗാന്ധിജി തൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്നെങ്കിലും അത് പുറത്ത് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ഗാന്ധിയൻ രീതിയിൽ അർദ്ധനഗ്നനായ ഫക്കീറായി ജീവിച്ച ടാറ്റയ്ക്ക് എനിക്കും ഒന്നും ഒരാഗ്രഹവും ജീവിതത്തിൽ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഡംബര കാറുകൾ തീരെ ആഗ്രഹമില്ല, ആഡംബര വസ്ത്രങ്ങൾ അന്നും ഇന്നും ആഗ്രഹമില്ല. വലിയ ജോലി, ബിടെക് കഴിഞ്ഞാണ് 30 വർഷം മുമ്പ് ബിടെക് കഴിഞ്ഞ ആളാണ് ഞാൻ. വിദേശത്തേക്ക് പോകാമായിരുന്നു, ആഗ്രഹിച്ചിട്ടില്ല. വിദേശത്തൊന്നും ഇവിടെ ചെറിയ ജോലി മതി, അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുപോലെ KTDC ജോലി കിട്ടിയെങ്കിലും ഉമ്മച്ചി ഇവിടെ തനിച്ചായതുകൊണ്ട് അത് ഒഴിവാക്കി പോകുന്നു. ഇതൊക്കെ ടാറ്റയുടെ ഒരു സ്വാധീനത്തിലാണ്. കൂടെയുള്ളവരൊക്കെ ഇപ്പോൾ അമേരിക്കയിലും ജർമ്മനിയിലും സിംഗപ്പൂരും ഒക്കെ ആണ്. ഞാൻ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ കൂടി. അതൊക്കെ ടാറ്റയുടെ ആ സ്വാധീനം തന്നെയായിരിക്കാം. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനായി ജീവിക്കാൻ കഴിഞ്ഞു. അതിൽ ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റ്, നിങ്ങൾ പറയല്ലോ ലൈം ലൈറ്റിൽ ഉള്ള ജീവിതം, അത് തന്നെയായിരുന്നു എനിക്കും ഷാഹിനക്കും. അനീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും അറിയില്ല, പക്ഷെ അനീസ് ബഷീർ എന്ന് പറഞ്ഞാൽ, ഷാഹിന ബഷീർ എന്ന് പറഞ്ഞാൽ വളരെയധികം പേരറിയും. ഇനി ചോദ്യത്തിന് സമയമുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വളരെ ചുരുക്കി പ്രസംഗിക്കാതെ പേര് പറഞ്ഞ് ചോദ്യം ചോദിക്കുക. അത് ആരോടാണ് ചോദിക്കുന്നതെന്ന് മുൻകൂട്ടി പറയാം പ്ലീസ്. എൻ്റെ പേര് എജിൽ. ഞാൻ അനീസ് ബഷീറിനോട് ചോദിക്കുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ബഷീർ സമ്പൂർണ്ണ കൃതികൾ DC പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഞാനൊരു സമ്പൂർണ്ണ കൃതികൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഷീറിനെ കുറച്ച് പുസ്തകങ്ങളായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെ മുഴുവനായിട്ട് അറിയുന്നത് മുഴുവനായിട്ട് പുസ്തകങ്ങൾ വായിച്ചു തീർത്തപ്പോഴാണ്. എൻ്റെ അപ്പൂപ്പൊക്കെ ഒരു അരണ്ടറിഞ്ഞാൽ പറയുന്ന പോലെ, ഒരു കഥാപാത്രം പറയുന്ന പോലെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം പനിച്ചിട്ട് വെളിച്ചം കാണുമ്പോൾ വെളിച്ചത്തിന് എന്തൊരു തെളിച്ചം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇത്തരം വർണ്ണനകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ അനുഭവത്തിൽ നിന്ന് ആർജിക്കാൻ പറ്റുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എഴുത്തുകളെ പ്രണയിച്ചു കൊടുക്കുന്നത് തന്നെ ബഷീറിൻ്റെ രചനകളിലൂടെയാണ്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ വീട്ടുകളിൽ ബഷീറിൻ്റെ പിന്നെ സംസാരവും അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരുടെ ഒരു രീതികൾ, എഴുതുന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എത്രയും തീവ്രമായിട്ടാണോ ആലോചിച്ചിട്ടാണോ എഴുതുന്നത്, അതുപോലെ വളരെ പെട്ടെന്ന് എഴുതി തീർക്കുന്ന ഒരാളായിരുന്നോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അതേ ഉള്ളൂ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് 22 വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ. പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തീർത്തും സ്വകാര്യമായ ഒരു കാര്യമായിരുന്നു. അത് അങ്ങനെ ഞങ്ങളോട് ചർച്ച ചെയ്യാറില്ല. മറ്റു പല എഴുത്തുകാരൊക്കെ കുടുംബമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ടാറ്റയുടെ രീതി എന്ന് പറഞ്ഞാൽ ടാറ്റ ഓരോ കഷ്ണമായിട്ടാണ് എഴുതി വെക്കുക. അതിന് കൃത്യമായ പേപ്പറുകളൊന്നുമില്ല. ഒരു റാപ്പർ അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ കൂട്, ഇതൊക്കെ ടാറ്റ, ഒരു പടാപ്പുറമുണ്ട്, ഇതുപോലെ തന്നെ ഒരു പടാപ്പുറത്ത് ടാറ്റ കിടക്കും, തൊട്ടപ്പുറത്ത് പടാപ്പുറത്ത് ഇതൊക്കെ വെക്കും. ഈ പടാപ്പുറം ഒരിക്കലും ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ടാറ്റയുടെ ലൈബ്രറി ഇതാണ്. ടാറ്റയുടെ മനസ്സിൽ ഫയൽസായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പനാമ എന്ന് പറയുന്ന പനാമയുടെ കവറിൽ ഈ ഇന്ന കഥയുടെ ഭാഗമുണ്ട്. അത് റാപ്പറിൽ, അതായത് അന്ന് ജനയുഗമാണെങ്കിൽ ജനയുഗത്തിൻ്റെ റാപ്പറിൽ ഇന്ന കഥയുടെ ഇന്ന ഭാഗമുണ്ട് ഫയൽസൊക്കെ. പിന്നീട് ഞാൻ പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്നപ്പോൾ ഞാനത് കൃത്യമായിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഈ ഫയലിനെയും ഈ ഫയൽ സ്ട്രക്ചറൊക്കെ ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് മനസ്സിൽ അന്നത്തെ കാലത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് എഴുതിയിരുന്ന ആളാണ്. അപ്പോൾ ടാറ്റ അതൊരിക്കലും ഇങ്ങനെ ചർച്ചയായിട്ടോ ഞങ്ങളെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഉമ്മച്ചിയായിട്ടോ ഒന്നും ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ടാറ്റ പറയുന്നത്, അതായത് ഇപ്പം ജയിൽ ജീവിതങ്ങളൊക്കെ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ടാറ്റ ഒരു ഉപദേശം എന്നുള്ള രീതിയിലല്ല പറയുക, ഒരു കഥ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരിക. അതൊക്കെ ടാറ്റ കഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കപ്പം പിന്നീട് ചിന്തിക്കുമ്പോൾ ഇത് ടാറ്റ ചെയ്ത കഥയുടെ ബാക്കി ഭാഗമാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സമ്പൂർണ്ണഗതികൾ, ഞാനിപ്പോൾ സമയം വളരെ ചുരുക്കി പറയാം. ഈ സമ്പൂർണ്ണഗതികൾ, താങ്കൾ പ്രവാസിയാണോ? അല്ലേ, പ്രവാസിയായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ വിഷമം തോന്നുമ്പോൾ
ഞങ്ങളുടെ ഇടയിൽ ചില ആൾക്കാർ ബൈബിൾ എടുത്ത് മറയ്ക്കും, വായിക്കും. മറ്റൊരാൾ ഖുർആനെടുത്ത് വായിക്കും. എനിക്ക് ദൈവമില്ല, ഞാൻ എടുക്കുന്നത് ബഷീറിൻ്റെ സമ്പൂർണ്ണഗതികൾ. അതെടുത്ത് തുറക്കും, വായിക്കും, മനഃശാന്തി ലഭിക്കും. അതൊരു വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പേര് പറയും. ഞാൻ അബ്ദുൽ നാസർ. അപ്പോൾ ബഷീറിനെ നിരന്തരമായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ അംഗീകാരങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര ഗവൺമെൻറ് ജ്ഞാനപീഠം, ഇതിന്നൊക്കെ ബഷീർ എന്നൊരു വലിയ എഴുത്തുകാരൻ എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അദ്ദേഹം ധരിച്ച മാതിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡല്ല ജ്ഞാനപീഠം. പിന്നെ ബഷീർ ഇതിൻ്റെയൊക്കെ മേലുള്ള ഒരാളാണെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, ഇതൊക്കെ ഇവിടുത്തെ സാധാരണ എഴുത്തുകാർക്ക് കൊടുക്കുന്നൊരു സാധനം. അതൊക്കെ അവർക്ക് കൊടുത്തോട്ടെ. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. ടോൾസ്റ്റോയ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നൊബേൽ സമ്മാനത്തിന് സാഹിത്യത്തിന് നൊബേൽ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ പരിഗണന കിട്ടിയത് ടോൾസ്റ്റോയ്ക്കാണ്. അപ്പോൾ നോബലിൻ്റെ പത്നി ആ കമ്മിറ്റിയിലുണ്ട്. അവർ ചോദിക്കുകയാണ്, പള്ളിക്കും പട്ടക്കാർക്കെതിരായിട്ട് എഴുതിയ ഒരുത്തരാണോ അത് കൊടുക്കാൻ പോണേ? കൊടുക്കാൻ സമ്മതിച്ചില്ല അവർ. ടോൾസ്റ്റോയ്ക്ക് അത് കൊടുത്തില്ല. അടുത്ത കൊല്ലം ടോൾസ്റ്റോയ് മരിച്ചു. പിന്നെ ടോൾസ്റ്റോയ്ക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഗാന്ധിയുടെ പേര് 5 വട്ടം നൊബേൽ സമ്മാനത്തിന് വന്ന 5 വട്ടം 5 വട്ടവും സമാധാനത്തിന് നൊബേൽ സമ്മാനത്തിന് എന്ത് ചെയ്തു? 5 വട്ടവും തള്ളിപ്പോയി. അതുകൊണ്ട് നൊബേൽ കമ്മിറ്റിക്ക് പോയി എന്നല്ലാതെ ഗാന്ധിക്ക് എന്ത് പോയി? അതുകൊണ്ട് ബഷീർ നമ്മളിങ്ങനെ ചുരുക്കി കാണേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അതിനെപ്പറ്റിയൊക്കെ ഞാൻ സത്യം പറയാം, ഞാൻ അതിനെപ്പറ്റിയൊക്കെ വളരെ സന്തുഷ്ടനാണ്. കാരണം കാരണം വേറൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ ഡൽഹി ചെന്നപ്പോൾ വിജയനെ വിളിച്ചു. വിജയൻ പറഞ്ഞു, ആ കാരശ്ശേരി ഡൽഹിയിലുണ്ടല്ലോ അല്ലേ, എന്നാ വാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ വേറെ കാര്യമൊക്കെ പറയണ്ട. അത് എന്നോട് പറഞ്ഞു, പത്മശ്രീ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഗുരു എന്നാണ് വിജയൻ പറയുക, ഗുരുവിനോട് അത് വാങ്ങരുതെന്ന് പറയണം. ഞാൻ പറഞ്ഞു, എങ്ങനെ പറയണം? വിജയൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? അത് മാത്രം പോരാ, എൻ്റെ വകയും പറയണം, കാരശ്ശേരിയുടെ വകയും പറയണം. ഞാൻ പറഞ്ഞു, എൻ്റെ വക പറയില്ല, വിജയൻ്റെ വക പറയാം. അതെന്താ? ഞാൻ അങ്ങനത്തെ ഒന്നും പറയാറില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്ന ഉടനെ ബേപ്പൂർ ചെന്ന് ബഷീറിനോട് പറഞ്ഞു, വിജയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പത്മശ്രീ വാങ്ങരുത്. ഓ ചുമ്മാ പോ സാറേ, ഈ സാറേന്ന് കളിയാക്കി വിളിക്കുന്ന കേട്ടോ, ചുമ്മാ പോ സാറേ, ഞാൻ ഒരു അവാർഡും വാങ്ങാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ ഓരോരുത്തർ ഓരോ അവാർഡ് കൊണ്ടുവരും, ദാ അവിടെ വെച്ചേക്കെന്ന് പറയും. അത്രയേ ഉള്ളൂ അത്. കാരണം സർക്കാർ താമരോത്രം കൊടുത്തപ്പോൾ അതുകൊണ്ട് കുറുക്കനെ എറിഞ്ഞിട്ട് താമരോത്രം കൊണ്ട് ഏറി കിട്ടിയ ലോകത്തിലെ ആദ്യത്തെ കുറുക്കനായിട്ട് അഭിമാനിച്ച് നടക്കുകയാണ് അവൻ എന്ന് എഴുതിയ ഒരുത്തനായി ബഷീർ. ഇതൊക്കെ എന്ത് സില്ലി കാര്യങ്ങളാണെന്നേ.